വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളം ഫസ്റ്റ് ആവും നിങ്ങളെ കേരള പാഠാവലി എന്ന് പറയുന്നത്. അതിൻ്റെ പുസ്തകമാണിത്. നിങ്ങൾക്കൊക്കെ കിട്ടിക്കാണുമല്ലോ. നോക്കിക്കേ, അതിൻ്റെ 1ാമത്തെ യൂണിറ്റിൽ അമൃതം നുകരാം കേട്ടോ, അമൃതം നുകരാം എന്ന് പറയുന്നതാണ്. അവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഒരു കുട്ടി അല്ലേ, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഇച്ചിരി പ്രായമായതോ അതിൽ വരയ്ക്കുന്നതിൻ്റെ കൊണ്ടാണ് അവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കുന്നു, പിന്നെ ഇവിടെ കുറേ ഫുഡ് ഐറ്റമിൻ്റെ ഒക്കെ പടം കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി കഴിക്കാൻ പോകുന്നതായിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കണ്ടോ. ഒരു വെറൈറ്റി തരത്തിലെ ഫുഡിനെ സംബന്ധിച്ച്, ആഹാരത്തിനെ സംബന്ധിച്ചിട്ടുള്ള പാഠവും നമ്മുടെ 1ാമത്തെ പാഠം അമൃതം നുകരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പേജ് നോക്കാം. പേജ് നമ്പർ 8 കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? പേജ് നമ്പർ 8 ടെസ്റ്റ് ഉണ്ടല്ലോ എല്ലാവരുടെയും അത് പ്രിൻറ്റിങ്ങിൻ്റെയാണ്. അത് ഒരുമാതിരി ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നോക്കിയേ, വിശപ്പിനേക്കാൾ നല്ല കറിയില്ല, സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല, അടുക്കള എന്ന വലിയ ലോകത്തിൻ്റെ കാണാ കാഴ്ചകളിലേക്ക്. അതാണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. നമുക്ക് നല്ലതുപോലെ വിശന്നിരിക്കുന്ന സമയത്ത് നമ്മളോടിപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ അമ്മ എന്തെങ്കിലും ഇങ്ങനെ എടുക്ക് എന്നല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? സത്യമല്ലേ? നമുക്ക് നല്ലതുപോലെ വിശന്നിട്ട് നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരിക, അമ്മ അമ്മ എന്തുണ്ട് കഴിക്കാൻ, ഇതല്ലേ നമ്മൾ ആദ്യം അമ്മയോട് ചോദിക്കുന്നത്. അപ്പം അമ്മ എന്തെങ്കിലും ഇങ്ങനെ എടുക്ക് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലയോ? സത്യമല്ലേ? കാരണം നമ്മൾ സ്കൂളിൽ പോയിട്ട് അല്ലേ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ വൈകിട്ട് 4:30 ആകുമ്പോഴാണ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇല്ലേ ഇങ്ങനെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അതുപോലെ വിശന്നിരിക്കുമ്പോൾ നമ്മൾ പൊതുവേ നമുക്ക് ഇന്നത് വേണം എന്ന് നമ്മൾ പറയാറില്ല, ഉണ്ടോ കുഞ്ഞുങ്ങളെ? എന്തെങ്കിലും ഇതാ എന്നാണ് നമ്മൾ പൊതുവേ പറയുന്നത്. അല്ലാതെ ഇപ്പം നമ്മൾ വിശപ്പൊന്നും ഇല്ലാതൊക്കെ ഇരിക്കുന്ന സമയത്ത് ചോദിച്ചാൽ എനിക്ക് അൽഫാം, കുഴിമന്തി, ഷവർമ ഇല്ലേ കുറേ പേരങ്ങ് പറയും അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ. നോക്കി, സദ്യയുടെ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എരിശ്ശേരി. നോക്കണേ കുഞ്ഞുങ്ങളെ, എരിശ്ശേരിയെക്കുറിച്ചാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എരിശ്ശേരി നമ്മൾ ഈ അത് എന്തൊക്കെ ഇട്ടിട്ടുള്ളതാണെന്ന് നോക്കിക്കേ. കായയും ചേനയും കഴുകി നുറുക്കി ഉരുളിയിലിട്ട് മുളക് പൊടി തൂവും. എരിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അല്ലേ? നമ്മൾ ഇതുവരെ പഠിക്കുന്നത് വേറെ പല കാര്യങ്ങളാണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാവും നിങ്ങൾ കേട്ടോ. നിങ്ങളുടെ പുതിയ ടെസ്റ്റിൽ മിനിമം ചമ്മന്തി എങ്കിലും അരച്ച് ചോറുണ്ണുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്നത് നല്ലത് തന്നെ കേട്ടോ. അതൊക്കെയാണ് സത്യത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കുന്നു ഇല്ലേ? പക്ഷേ നമുക്ക് വിശന്ന് കഴിഞ്ഞാൽ നമ്മളൊരു മുട്ടയെങ്കിലും പൊരിച്ച് എങ്ങനെ നമുക്ക് ചോറ് കഴിക്കാം, ഒരു ചമ്മന്തി എങ്കിലും അരച്ച് എങ്ങനെ ചോറ് കഴിക്കാം എന്നതും കൂടി ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് അല്ലേ? എന്നെങ്കിലുമൊക്കെ അത് എപ്പോഴെങ്കിലും ഉപകരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എരിശ്ശേരിയെക്കുറിച്ചാണ്. കായയും ചേനയും കഴുകി നുറുക്കി ഉരുളിയിലിട്ട് മുളക് പൊടി തൂവും. ഇനി അളവ് കുറച്ചാണ് ഇതിൽ മുളകും മഞ്ഞളും ചേർക്കേണ്ടത്. കാരണം എരിശ്ശേരിയുടെ കളർ ഒരു ലൈറ്റ് മഞ്ഞ കളറാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ കൂടുതൽ മുളക് പൊടി ഇട്ടാൽ ചുമന്ന് പോകത്തില്ലേ? അപ്പോൾ ആ എരിശ്ശേരി എന്നുള്ള പേരങ്ങ് മാറും അല്ലേ? മഞ്ഞൾ നമ്മൾ കൂടുതൽ ഇടാറില്ല കേട്ടോടെ. എന്നിട്ടോ, തേങ്ങ തനിയെ വളരെ മാർദ്ദവത്തിൽ അരച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കും. തേങ്ങ നല്ലതുപോലെ അങ്ങ് അരയ്ക്കും കുഞ്ഞുങ്ങളെ എരിശ്ശേരിക്ക് കേട്ടോ. എന്നിട്ട് ഇത് ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് പാകപ്പെടുത്തുക. ഈ വറവിൻ്റെ പാകമാണ് എരിശ്ശേരിയുടെ രുചിയുടെ അടിസ്ഥാനം. കുറച്ച് തേങ്ങ, അല്പം ജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത കഷ്ണത്തിൽ കലക്കി ഒഴിക്കുന്നു. ഈ കൂട്ടാൻ അധികം തിളയ്ക്കാൻ പാടില്ല. നമ്മൾ ഈ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന കറികൾ പൊതുവേ അധികം തിളയ്ക്കാൻ പാടില്ല. കാരണം എന്തെന്നറിയോ, ഒരുമാതിരി കൊന്തും പീരയും പോലെ കിടക്കും. നമ്മൾ ഈ അങ്ങും ഇങ്ങും കട്ടയായിട്ട് കിടക്കും. അതുകൊണ്ട് ഈ നമ്മൾ മോരുകറിയൊക്കെ വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മോരുകറി നമ്മൾ തിളയ്ക്കാൻ പാടില്ല, മനസ്സിലായോ? അതുപോലെയാണ് നമ്മുടെ ഈ പറഞ്ഞ എരിശ്ശേരിയും പറയുന്നത്. കുറച്ച് തേങ്ങ, അല്പം ജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത കഷ്ണത്തിൽ കലക്കി ഒഴിക്കുന്നു. ഈ കൂട്ടാൻ അധികം തിളയ്ക്കാൻ പാടില്ല. ഇനി സ്വാദും മണവും നഷ്ടപ്പെടുമത്രേ. കൂടുതൽ തിളച്ചാൽ നിങ്ങളെ അതിൻ്റെ രുചിയും പോവും, അതിൻ്റെ മണവും നഷ്ടപ്പെടും. സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം. എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പ്രമാണത്തിൽ ഉണ്ട്.
മനസ്സിലായോ? പെണ്ണുങ്ങളെ ചിരിക്കുന്നത് കൂടുതൽ തിളയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കൂടുതൽ തിളച്ചാൽ അതിൻ്റെ സ്വാദും മണവും പോവുക. അതുപോലാണ് പെൺകിടാങ്ങൾ പെൺകുട്ടികൾ ചിരിക്കുന്നത്. ചില പെൺകുട്ടികൾ ഇപ്പോഴത്തെ ചിരിക്കുന്നത് കേട്ടാലല്ലേ എന്തോ ഒരു ചിരിയല്ലേ. പണ്ടുള്ള പെൺകുട്ടികൾ ചിരിക്കുന്ന അങ്ങനെയൊക്കെ ചിരിക്കുന്ന പെൺപിള്ളേർ പെൺപിള്ളേരാ എന്നൊക്കെയായിരുന്നു പണ്ട്. ഇപ്പം അതൊക്കെ മാറി അല്ലേ. അങ്ങനെയാ പറയുന്നത്. എന്ന് വെച്ചാൽ നാണം കുണുങ്ങി മുഖത്തൊരു ചിരി എന്ന് വെച്ചാൽ ഒരു പുഞ്ചിരി അത്രയാകാവൂ എന്നാ മറ്റൊരാളെ കാണുമ്പം. അപ്പം അതൊക്കെ മാറി അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജിനകത്തിൽ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇതിനകത്തിൽ നമുക്ക് എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ. ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്നൊരു ചോദ്യമുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാവൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് എഴുതാം. പിന്നെ ഞാൻ ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. അതായത് ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു മോഡലാണ്. നോക്കിക്കേ, എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ. ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? കാണാൻ പറ്റുന്നുണ്ടല്ലോ. നോക്കിയേ, ഇത് വെറും പാചകത്തെ പറ്റിയുള്ള കുറിപ്പല്ല. പഴയ കാലത്തെ സ്ത്രീകളുടെ ജീവിത രീതിയും അവസ്ഥകളും ആചാരങ്ങളുമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ഈ കുറിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എരിശ്ശേരി ഉണ്ടാക്കുന്ന വിധം പറഞ്ഞതോടൊപ്പം തന്നെ എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂവെന്ന പഴയ ചിന്താഗതിയും ഇവിടെ വ്യക്തമാക്കുന്നു. ഞാൻ ഓരോ പോയിന്റായിട്ടാണ് നിങ്ങളെ എഴുതാണ്ട് ഫസ്റ്റ് തന്നെ ഇവിടെ വരെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എങ്ങനെ എഴുതാമെങ്കിലേ നിങ്ങൾക്ക് തന്നെ ഇവിടെ ഇങ്ങനെ എഴുതാമെങ്കിൽ പഠിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. ഇനി എരിശ്ശേരി ഉണ്ടാക്കുന്ന വിധം പറഞ്ഞതോടൊപ്പം എരിശ്ശേരി തിളയ്ക്കുന്നത് പോലെ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂവെന്ന പഴയ ചിന്താഗതിയും ഇവിടെ വ്യക്തമാക്കുന്നു. എരിശ്ശേരി കൂടുതൽ തിളച്ചു കഴിഞ്ഞാൽ രുചി കുറയുന്നത് പോലെ തന്നെ സ്ത്രീകൾ കൂടുതൽ ചിരിച്ചാൽ പ്രശ്നങ്ങളുണ്ടാകും എന്ന ചിന്താഗതിയാണ് ഇതിലൂടെ പറയുന്നത്. പണ്ട് സ്ത്രീകൾ മാത്രമായിരുന്നു അടുക്കളയിൽ ജോലി ചെയ്തിരുന്നത്. എന്നാൽ പാചകം ചെയ്യുന്നത് സ്ത്രീകളുടെ മാത്രം ജോലിയല്ല. ഇപ്പോൾ അത് പുരുഷന്മാരും അടുക്കളയിൽ ജോലി ചെയ്യാറുണ്ടല്ലേ. പഴയ കാലത്തെ ആൾക്കാരുടെ ചിന്തകൾക്ക് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ നിങ്ങളെ. ഇനി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൊക്കെ എഴുതാം കേട്ടോ. തൊണ്ടക്കലത്തെ പ്രശ്നം മാറിയിട്ടില്ല കുഞ്ഞുങ്ങളെ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അന്ന് മഴ നനഞ്ഞതിന് ശേഷം എൻ്റെ തൊണ്ട ഒട്ടും വയ്യാതെ സൗണ്ടേ അങ്ങ് മാറി. ട്രീറ്റ്മെൻറ്റിലിരിക്കുക. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് സംസാരിക്കരുതെന്നാണ് കേട്ടോ. അതുകൊണ്ട് രാവിലെ 7 മണിക്ക് തുടങ്ങുന്നതാണ്, രാത്രി 10 മണി വരെ ഇത് തന്നെ കേട്ടോ. സംസാരിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ്. നോക്കൂ നിങ്ങളെ, പണ്ട് സ്ത്രീകൾ മാത്രമായിരുന്നു അടുക്കളയിൽ ജോലി ചെയ്തിരുന്നത്. എന്നാൽ പാചകം ചെയ്യുന്നത് സ്ത്രീകളുടെ മാത്രം ജോലിയല്ല. ഇപ്പോൾ അത് പുരുഷന്മാരും അടുക്കളയിൽ ജോലി ചെയ്യാറുണ്ട്. പഴയ കാലത്തെ ആൾക്കാരുടെ ചിന്തകൾക്ക് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് റഫായിട്ട് ഞാനൊന്നും എഴുതിയതേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇതിനകത്തിൽ തന്നെ ഒരുവിധം എല്ലാം ഉണ്ട്, എന്നാലും എഴുതാം. ഓക്കെ ആണോ? ഇനി നമ്മൾ അടുത്തത് ഇനി അതിൻ്റെ പാഠത്തിലോട്ട് കയറാം കുഞ്ഞുങ്ങളെ. നോക്കേ, ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ. അപ്പോൾ അടുക്കളയോ? നമുക്കിനിയും പഠിക്കാനുള്ളത് അടുക്കളയെക്കുറിച്ചാണ് കേട്ടോ. TP രാജീവൻ്റെയാണ് അടുക്കള. നോക്കണേ, നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും മത്സരിച്ച് വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആര് മറന്നുവെച്ചു ഈ അടുക്കള? ഫസ്റ്റ് വരി എന്താവും നിങ്ങളെ? നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും മത്സരിച്ച് വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആര് മറന്നുവെച്ചു ഈ അടുക്കള? ഒരുപക്ഷെ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം. കൊള്ളാം അല്ലേ? എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം. ഇവിടെ എപ്പോഴും ഒരാൾ കറിക്ക് നുറുക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കണേ കുഞ്ഞുങ്ങളെ, ഇവിടെ എപ്പോഴും ഒരാൾ കറിക്ക് നുറുക്കിക്കൊണ്ടിരിക്കുന്നു, മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു, അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു, മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു, പിന്നോ ഇഞ്ചിയോ പുതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. അടുപ്പത്ത് തിളയ്ക്കുന്നതിൽ നിന്നും കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ. പിന്നെയോ
എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലേ? ഇതാണ് നമ്മുടെ പാഠം. എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ ഒരു വീട്ടിൽ താമസിക്കാൻ. ഇന്നാണ് എൻ്റെ അച്ഛനും അമ്മയും ഞാനും എൻ്റെ കൊച്ചും എന്നൊക്കെയുള്ള രീതി വന്നത്. അല്ലേ? ആകെ 4-5 പേരാണ് ഇന്ന് ഒരു കുടുംബത്തുള്ളത്. പണ്ട് കാലത്ത് അച്ഛനും അമ്മയും അവരുടെ അച്ഛനും അമ്മയും, അല്ലേ, അതായത് അപ്പൂപ്പനും അമ്മൂമ്മയും പിന്നെ ആങ്ങളെയോ പെങ്ങളോ ചേട്ടനും ചേച്ചിയും ഒക്കെ എന്ന് വെച്ചാൽ 10-12 പേരൊക്കെ ഒരു കുടുംബത്തുണ്ടായിരുന്നു. അല്ലേ? ഇപ്പം അവരെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം ആ വീട് നോക്കുന്ന ഇപ്പം മൂത്ത മരുമോളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ അമ്മൂമ്മയുണ്ടെങ്കിൽ ഇവരുടെ ജോലി എപ്പോഴും അടുക്കളയിലായിരിക്കും. അല്ലേ? ആ അമ്മൂമ്മയ്ക്ക് തീരെ വയ്യാങ്കിൽ പോട്ടെ, ആ ഏറ്റവും മൂത്ത ആൾ ആരാന്ന് വെച്ചാൽ അവരുടെ ജോലി എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും അടുക്കളയിലായിരിക്കും കുഞ്ഞുങ്ങളെ. ഓരോരുത്തർക്ക് രാവിലെ കൊടുക്കാൻ വേണം, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രിയിൽ, അല്ലേ, ഇങ്ങനെ അവർക്ക് കഴിക്കാനുള്ള ഓരോ ആഹാരങ്ങളും ഉണ്ടാക്കുക. ഈ ആഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പപ്പണിയല്ല കുഞ്ഞുങ്ങളെ. ഇതിന് എല്ലാം അരിയണം, അത് കഴുകണം, അല്ലേ, എന്തെല്ലാം ജോലികളാണ്. പിന്നെ അതെല്ലാം പാത്രം തേച്ച് മഴക്കണം, അടുക്കള എല്ലാം വൃത്തിയാക്കണം, അല്ലേ, എന്തെല്ലാം ജോലികളാണെന്നറിയാമോ? ഇപ്പം ഫസ്റ്റ് പറയുന്നത് ഇതെല്ലാം ഉണ്ട്. നെല്ലും ഗോതമ്പും ചോളവും ബാർലി ഇതെല്ലാം ഉണ്ട്, ആടും കോഴിയും താറാവും എല്ലാം ഉണ്ട്. പക്ഷെ ആരോ മറന്നു വെച്ചു. ആര് മറന്നു വെച്ചു? ഈ അടുക്കള. ഇവിടുത്തെ അടുക്കളയുടെ നോക്കിയേ 4 വഴിക്കും ഇത് വെച്ചിട്ട് തീ നല്ലപോലെ കത്തുക, കണ്ടില്ലയോ? പിന്നെ എൻ്റെ അമ്മയുടെ ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം. ഇവിടെ എപ്പോഴും ഒരാൾ കറിക്ക് നുറുക്കി. ഇനി നോക്കണേ, അത് ക്വസ്റ്റ്യൻസ് ആവും നിങ്ങളെ. അങ്ങനെയുള്ള അങ്ങനെയുള്ള അടുക്കളയിൽ എന്ന് വെച്ചാൽ ആൾ കൂടുതലുള്ള അടുക്കളയിൽ എപ്പോഴും ഓരോരുത്തരും എന്ത് ചെയ്യുന്നു? കറിക്ക് ഉച്ചയ്ക്ക് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ രാത്രിയിലത്തേക്കുള്ള ആഹാരത്തിനുള്ള തയ്യാറെടുപ്പായിരിക്കും. രാത്രി ഇനി കഞ്ഞിയും കറിയാണെങ്കിൽ തന്നെ ആ കറിക്ക് വേണ്ടുന്ന നുറുക്കിക്കൊണ്ടിരിക്കും. പിന്നെ ചിലവർക്ക് കഞ്ഞി കുടിക്കത്തില്ല. പല ആൾക്കാരും പല രീതിയിലല്ലേ. എനിക്ക് രാത്രി കഞ്ഞി വേണ്ട, എനിക്ക് ചോറ് തന്നെ മതി. അപ്പോൾ ചോറിന് കൂട്ടാൻ വേണ്ടേ, അപ്പോൾ അവർ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും. അല്ലേ? ചിലർക്ക് ഇറച്ചി ഉണ്ടെങ്കിലേ കഴിക്കൂ. ഇപ്പോഴത്തെ കുട്ടികൾ മിക്കവർക്കും അമ്മ എനിക്ക് ഇറച്ചി ഉണ്ടെങ്കിൽ മതി ഇന്ന് ചോറ്, അല്ലേ, അങ്ങനെ പറയുന്ന കുട്ടികളും ഉണ്ട്. ചില കുട്ടികളെ നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം, അവന് മീനില്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല ടീച്ചറെ, അല്ലെങ്കിൽ അവന് എന്നും ഇറച്ചി വേണം, ഇറച്ചി ഇല്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല, അല്ലേ? അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലേ, പണ്ടത്തെ കാലത്ത്. ഇപ്പോഴേതെങ്കിലും ആട്ടുകല്ലിലിട്ട് അങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മല്ലിയോ മുളകോ അരച്ച് ഇപ്പോൾ ആരെങ്കിലും മല്ലിയും മുളകും കല്ലിൽ അരയ്ക്കുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ പണ്ടത്തെ മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും. ഇല്ല, ഇതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ആട്ടോ. ഇഞ്ചിയോ പുതിനയോ ഒക്കെ ചതച്ചുകൊണ്ടിരിക്കുന്നവർ, അടുപ്പത്ത് തിളയ്ക്കുന്നതിൽ നിന്നും കുറച്ചെടുത്ത് എരിവും പുളവും ഉപ്പും മധുരവും ഒക്കെ പാകം നോക്കിക്കൊണ്ടിരിക്കുന്ന കുറേ പേര്, അല്ലേ? ഓരോരുത്തരും ഓരോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരിക്കും. എഴുന്നേറ്റിട്ട് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ആഹാരം കഴിച്ചിട്ട് കുറേ പേര് കൈ കഴുകുന്നവരുണ്ട്, അല്ലേ? ഒന്നിരിക്കാൻ പോലും സമയമില്ലാതെ ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായതൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു, ഇല്ലേ? ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം നിങ്ങളെ. അതിൻ്റെ ഒന്നാമത്തത് അടുക്കള എന്നതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കേ. നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട്? സമൃദ്ധി നിറഞ്ഞ ഒരു നാടിനെക്കുറിച്ചാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഏത് നാടിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ പറയുന്നത് സമൃദ്ധി നിറഞ്ഞ ഒരു നാടിനെക്കുറിച്ചാണ്, അല്ലേ? നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും വിളയുന്ന ഒരു സമ്പന്നമായ താഴ്വരയാണത്. ഇനി കൂടാതോ ആടും കോഴിയും പന്നിയും താറാവും, ഇതിൽ നിന്നും ആ നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും ഒക്കെ അവിടുത്തെ സമൃദ്ധിയെക്കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയുണ്ടോ നിങ്ങളെ? ക്വസ്റ്റ്യൻ ആൻസർ എളുപ്പമല്ലേ? നോക്കാം.
ഈ ക്വസ്റ്റ്യൻ ആൻസർ സ്ക്രീൻഷോട്ട് എടുക്കാൻ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ വെച്ചെടുത്താൽ മതി. നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട്? സമൃദ്ധി നിറഞ്ഞ ഒരു നാടിനെക്കുറിച്ചാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും വിളയുന്ന ഒരു സമ്പന്നമായ താഴ്വര. കൂടാതെ ആടും കോഴിയും പന്നിയും താറാവും. ഇതിൽ നിന്നും ആ നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും അവിടുത്തെ സമൃദ്ധിയെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ ആണോ നിങ്ങളെ? അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. അടുക്കളയിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ്? അത് ആ പാഠത്തിൽ പറയുന്നുണ്ട് അല്ലേ. കുറേ പേര് കറിക്ക് നുറുക്കുന്നു, മീൻ വൃത്തിയാക്കുന്നു, ഇറച്ചി വെട്ടുന്നു, അരി ഗോതമ്പ് അരയ്ക്കുന്നു, മല്ലി മുളക് മല്ലെന്ന് എഴുതി വെച്ചേക്കുന്നില്ലേ, മല്ലല്ല കുഞ്ഞുങ്ങളെ, മല്ലി മുളക് ഇവ അരയ്ക്കുന്നു, ഇഞ്ചി പുതിന ചതയ്ക്കുന്നു, ഭക്ഷണം പാകമായോ എന്ന് നോക്കുന്നു, നിലം വൃത്തിയാക്കുന്നു, കൈ കഴുകുന്നു, പാത്രങ്ങൾ കഴുകുന്നു തുടങ്ങി എണ്ണിയാൽ തീരാത്ത പ്രവൃത്തിയാണ് കേട്ടോ, അല്ല പ്രവൃത്തി, ഇതാണ് പ്രവൃത്തികളാണ് അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് കേട്ടോ. ഒരു 1 2 3 4 5 6 7 8 9 ഒരു 10 എണ്ണം എഴുതണം കേട്ടോ. എന്തൊക്കെയാണ് അവരുടെ വീട്ടിൽ ചെയ്യുന്നത്? പഠിക്കാൻ എളുപ്പമല്ലേ കുഞ്ഞുങ്ങളേത് അല്ലേ? ഇപ്പം 2 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ അടുക്കള എന്ന പാഠത്തിൽ പഠിച്ചു. അടുത്ത മൂന്നാമത്തത്, ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികൾ ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞതിൽ ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. ചെയ്തു തീരാത്ത പണികൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ വയറ് വിശന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. എന്താ നിങ്ങളെ? എപ്പോഴും ഒരാൾ എന്ന് വെച്ചാൽ ഈ ഉണ്ടാക്കുന്ന ആളുണ്ടല്ലോ, എല്ലാവർക്കും കൊടുത്ത് അവസാനം വരുമ്പോൾ എന്താ, ഇവർക്ക് കഴിക്കാൻ മിക്കപ്പോഴും കാണത്തില്ല കുഞ്ഞുങ്ങളെ. അതാണ് ഈ കൂടുതൽ ആൾക്കാരുള്ള വീട്ടിലെയൊക്കെ അടുക്കളയിൽ നിൽക്കുന്നവരുടെ അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഉണ്ടാക്കി 2 പേർക്ക് അവസാനം എന്താ, അവരും കുഴപ്പം. ഇനിയിപ്പോൾ അങ്ങ് വേണ്ടാന്ന് തന്നെ വെക്കും അല്ലേ. ഇനിയിപ്പോൾ എനിക്ക് വേണ്ടാന്നങ്ങ് വെച്ച് അങ്ങനെയുണ്ട്. അപ്പം ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. ചെയ്തു തീരാത്ത പണികൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ വയറ് വിശന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഇനി ഇത് തന്നെ എഴുതണമെന്നില്ല കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇഷ്ടമായ രീതിയിൽ അത് എഴുതാം കേട്ടോ ആ പാഠഭാഗത്തിൽ നിന്ന്. അടുത്ത, അടുക്കളയിൽ വിശന്ന് നിലവിളിക്കുന്നത് ആരായിരിക്കും? കുട്ടികളും ഭക്ഷണം ലഭിക്കാത്തവരും അനാഥരും അടുക്കളയിൽ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. അത് ആ ഇതിനകത്തിലുണ്ട്. കുട്ടികളും ഭക്ഷണം ലഭിക്കാത്തവരും അനാഥരും അടുക്കളയിൽ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. അടുത്ത, ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിക്കാൻ കാരണം എന്താണ്? നോക്കൂ നിങ്ങളെ, അടുക്കളയിൽ ധാരാളം ഭക്ഷണം ഉണ്ടാകുന്നുണ്ടെങ്കിലും ആ ഭക്ഷണത്തിന് അതിനേക്കാൾ ഏറെ ആവശ്യക്കാരുമുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ, എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാർ ഇങ്ങനെ ഒന്ന് കഴിച്ചു 2 കഴിച്ചു, ചിലർ ഒരു കുറ്റി പുട്ട് വെച്ചായിരിക്കും നമ്മൾ കണക്കെടുക്കുന്നത് അല്ലേ. ചിലർ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുറ്റിയും കുടുങ്ങിത്താ അടുത്ത ആളിവിടെ വന്നിട്ട് ഒരു കുറ്റി, അപ്പോൾ അത്രയും എന്താ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക അല്ലേ. അടുക്കളയിൽ ധാരാളം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ ഭക്ഷണത്തിന് അതിനേക്കാൾ ഏറെ ആവശ്യക്കാരുമുണ്ട് അല്ലേ. ഇനി അതിഥികളെങ്ങാനും വന്നാലോ ഒന്നും കഴിക്കാൻ കിട്ടാതെയും വരുന്നു. അതിഥികളെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കുന്ന ആൾക്ക് അന്നേരവും ഒന്നും അതിഥികൾക്കല്ലേ, ഈ ഉണ്ടാക്കുന്ന ആൾക്ക് ഒന്നും കിട്ടാതെയും വരുന്നു. ഇവിടെ പാചകം ചെയ്യുന്ന ആളിനെ കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത്. ഇവിടെ ഉണ്ടല്ലേ. പാചകം ചെയ്യുന്ന ആളെക്കുറിച്ചാണ് കുഞ്ഞുങ്ങളെ കവിയുടെ പറയുന്നത്. ഒരു പാചകം ചെയ്തു കഴിഞ്ഞ് അത് വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും അടുത്ത പാചകത്തിൻ്റെ സമയമാവും അല്ലേ. ഇപ്പോൾ രാവിലെ നമ്മൾ കാപ്പി ഉണ്ടാക്കി ചപ്പാത്തിയും മുട്ടക്കറിയും അല്ലെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ രാവിലത്തെ അതെല്ലാം കഴുകി പറക്കി എല്ലാം റെഡി ആക്കുമ്പോഴത്തേക്ക് അടുത്ത ഉച്ചക്കലത്തേക്കുള്ള ഊണില്ല. ഒരു പാചകം ചെയ്തു കഴിഞ്ഞിട്ട് അത് വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും അടുത്ത പാചകത്തിൻ്റെ സമയമാകുന്നു. അടുക്കളക്കാരിക്ക് ഭക്ഷണം കഴിച്ചോ എന്ന് തിരക്കാനോ ആരും ഉണ്ടാവില്ല. അടുക്കളയിൽ വിശന്ന് നിലവിളിക്കുന്നത് അടുക്കളക്കാരിയായ ആ സ്ത്രീ തന്നെയായിരിക്കും കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ്. ഏത് ചോദിച്ചാലും ഇത് എഴുതിയാലെങ്കിലും മതി കുഞ്ഞുങ്ങളെ, കാരണം ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. മനസ്സിലായോ? 5ാമത്തെ,
ഇനി ആറാമത്തത്, ഈ ആറാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേജ് നമ്പർ കണ്ടോ കുഞ്ഞുങ്ങളെ, ഈ നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധി 1. അടുക്കളയിൽ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാമാണ്, ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി, അടുക്കളയിൽ നിന്നും വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നവർ ആരൊക്കെയാണ്, ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിക്കുന്നു. ഓക്കെ, അത്രയാണ് നമ്മൾ എഴുതിയത്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, ഏതാണ്ട് അടുക്കളയ്ക്കുള്ളിൽ. അതോടെ ഉള്ളൂ കുഞ്ഞുങ്ങളെ. മയങ്ങാറുണ്ടാവില്ലവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണീറ്റില്ല. സംക്രമണം, ആറ്റൂർ രവിവർമ്മയുടെ ഒരു കവിതയിലെ കേട്ടോ. ഇനി അടുത്ത സാവിത്രി രാജീവൻ്റെ അടുക്കളയിലെ തേഞ്ഞു തീർന്ന വീട്ടുപകരണമാണ് ഞാൻ. എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രമാണ് ഞാൻ. അപ്പോൾ ഈ കവിതയിലെ അടുക്കള എന്ന കവിതയുമായുള്ള ബന്ധം വിശകലനം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കാൻ, ഇതിനകത്തിലും എന്താ കുഞ്ഞുങ്ങളെ, സ്ത്രീകളുടെ ജോലിയെക്കുറിച്ച് തന്നെയാണ് അത് രണ്ടിലും പറയുന്നത്. അതായത് ആറ്റൂർ രവിവർമ്മയുടെ വരികൾ, ശ്വാസം പോകും കുഞ്ഞുങ്ങളെ, ആറ്റൂർ രവിവർമ്മയുടെ വരികൾ ഒരുപാട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ജീവിതത്തെ സൂചിപ്പിക്കുന്നു അല്ലേ. അവൾക്ക് വിശ്രമമില്ല, മയങ്ങാൻ സമയമില്ല, സൂര്യനേക്കാൾ നേരത്തെ എഴുന്നേറ്റ് അവൾ ജോലി ചെയ്യുന്നു. പിന്നെ എന്ത് വേണമെങ്കിലും എഴുതാം. എനിക്കറിയാം കുഞ്ഞുങ്ങളെ, നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾ എത്രത്തോളം പഠിക്കുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ കേട്ടോ. കാരണം എത്രയും നിങ്ങൾ ചുരുക്കി എഴുതാവോ അത്രയും ചുരുക്കി എഴുതുന്നത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം എഴുതിയത്. ഇതൊക്കെ എഴുതാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഒത്തിരി വലിയ നോട്ടായിട്ടൊക്കെ എഴുതാനുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ചേ പഠിക്കത്തുള്ളൂ എനിക്കറിയാം. സാവിത്രി രാജീവൻ്റെ വരികൾ സ്ത്രീയെ ഒരു യന്ത്രമായി കാണുന്നു എന്നാണ്. അവൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, തൻ്റെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുന്നു. ഇതെല്ലാം അടുക്കള എന്ന കവിതയുടെ ആശയവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മളിപ്പോൾ അടുക്കള എന്ന് പറയുന്ന പാഠഭാഗത്തിൽ സ്ത്രീകളുടെ കഷ്ടപ്പാടുകളെ കുറിച്ചാണ് പറയുന്നത്. സ്ത്രീ രാവിലെ മുതൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ മുതലേ എഴുന്നേറ്റ് ജോലി ചെയ്യുന്ന ആളായിട്ടാണ് നമ്മുടെ ആറ്റൂർ രവിവർമ്മ പറയുന്നത് അല്ലേ. സാവിത്രി രാജീവൻ പറയുന്നത് സ്ത്രീ ഒരു യന്ത്രമായിട്ടാണ് എല്ലാവരും കാണുന്നതെന്നാണ് സ്ത്രീയെ അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ അടുക്കളക്കകത്തിലും പറയുന്നത് അല്ലേ. ഈ 3 ഏകദേശം സ്ത്രീയുടെ ജോലി ഭാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നെന്താണ് അതെല്ലാം കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുരുഷന്മാരൊക്കെ അടുക്കളയിൽ കയറി ജോലി ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, 2 പേർക്കും ജോലിയുണ്ട് അല്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. 2 പേർക്കും രാവിലെ ജോലിക്ക് പോകണം. പിന്നെ അവർ രാത്രിയിൽ 7 മണിയൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ പിന്നെ അവർ ചെയ്തേ ഒക്കത്തുള്ളൂ അല്ലേ, എല്ലാം നടക്കണ്ടേ. അപ്പം ഇതാണ് കുഞ്ഞുങ്ങളെ ഈ അടുക്കള എന്ന പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മനസ്സിലായ നോട്ടുകളൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. എൻ്റെ തന്നെ നോട്ട് എഴുതിയെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മലയാളം നല്ലതുപോലെ പഠിച്ച്, നിങ്ങൾ മലയാളം പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായില്ല കുഞ്ഞുങ്ങളെ, ഞാൻ അതും കൂടെ പറയാനാണ്. എഴുതുന്നത് വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. എൻ്റെ കൈയക്ഷരം വളരെ മോശമാണ്. ഒന്നാമത്തെ എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതാണ്, എനിക്ക് കൈ നേരെ പിടിക്കാൻ പോലും പറ്റും. എന്നിട്ട് ഞാനിത് എങ്ങനെയൊക്കെ അങ്ങ് എഴുതി. കാരണം ഒരുപാട് പേര് കമൻറ്റ് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് എഴുതിയത്. പക്ഷെ നിങ്ങൾ വലുതായിട്ടും വൃത്തിയായിട്ടും എഴുതാൻ പഠിക്കണം കേട്ടോ. ആദ്യമേ അതാണ്. ചില കുട്ടികൾക്ക് നല്ലതുപോലെ അറിയാം കുഞ്ഞുങ്ങളെ, ഒരു ക്വസ്റ്റ്യൻ ആൻസറോ ഒക്കെ 1 വട്ടോ 2 വട്ടോ കേട്ടാലൊക്കെ അറിയാവുന്ന പിള്ളേരാണ്. പക്ഷെ എന്താണെന്നറിയോ, എഴുതി വെക്കുന്നത് ശരിയല്ല. ചില കുട്ടികൾക്കൊന്നും അറിയത്തില്ല, അവർ ചിലപ്പോൾ 2 പേര് എഴുതി വെക്കുന്നത് കൊണ്ടല്ലോ, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. അപ്പോൾ എഴുത്തും കൂടി നിങ്ങളൊന്ന് ശരിയാക്കണം. ഓക്കെ കുഞ്ഞുങ്ങളെ, മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറ, ഞാൻ 2ാമത്തെ പാഠം ഇടാം, ഇല്ലെങ്കിൽ വിട്ടുതരാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.